ഇരിക്കുമോ? ആശുപത്രിയും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാം അമ്പിളി പറഞ്ഞ പോലെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. നേഴ്സുമാർ റെഡി. ഗ്രേസി, കത്രീന, കമലാദേവി. നേരിട്ട് പോയി കൂടുതൽ ശമ്പളം ഉറപ്പിച്ച് രേവതി ഹോസ്പിറ്റലിൽ നിന്ന് പൊക്കിയതാ. 3 പേർക്ക് അപാര മുൻപരിചയം ഉണ്ട് കേട്ടോ. കമ്പൗണ്ടർ രാമൻകുട്ടി റെഡി. ഇതാണ് ഞാൻ പുതിയതായിട്ട് നിയമിച്ചിരിക്കുന്ന കമ്പൗണ്ടർ. നമസ്കാരം. ഇത് നമ്മുടെ ബ്രോക്കർ രാമൻകുട്ടിയല്ലേ? ഇയാളെങ്ങനെ കമ്പൗണ്ടർ ആവും? അതിന് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ വേണം. അതൊക്കെ ഉണ്ടെന്നേ. രാമൻകുട്ടിക്ക് ചെറിയ തോതിൽ ഇഞ്ചക്ഷൻ ചെയ്യാനൊക്കെ അറിയാം അല്ലടാ? പിന്നെ ബ്രോക്കർ ആവുന്നതിന് മുമ്പ് 3 മാസം ഞാനൊരു മൃഗ ഡോക്ടറെ കമ്പൗണ്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്തായാലും അത് ശരിയാവില്ല പൂട്ട. ശരിയാവില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്റെ പണം മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനത്തിൽ ഞാനൊരു കമ്പൗണ്ടറെ നിയമിച്ചതാ. മുതല് മുടക്കുന്നവന് ഒരു വിലയില്ലേ? അത്ര നിർബന്ധമാണെങ്കിൽ അറ്റൻഡർ ആയിക്കോട്ടെ. മതി, ധാരാളം മതി. ഈ അറ്റൻഡർ പോസ്റ്റ് കമ്പൗണ്ടർ മുകളിൽ വരുമോ? ഇല്ല, നേഴ്സിന്റെയും കമ്പൗണ്ടറിന്റെ ഇടയിലായിട്ട് വരും. എന്നാ കുഴപ്പമില്ല. അതൊക്കെ പോട്ടെ, ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി ചികിത്സ തുടങ്ങണം. അതെ, ഡോക്ടർക്ക് ആദ്യമായി ഒരു രോഗിയെ പരിശോധിക്കണ്ടേ? അതിനൊന്നും രോഗികളാരും വന്നിട്ടില്ലല്ലോ. എങ്കിൽ ആദ്യത്തെ രോഗി ഞാൻ തന്നെ ആയിക്കോട്ടെ. യാതൊരുവിധ അസുഖമില്ലാത്ത അപ്പുട്ടൻ തന്നെ ആയിക്കോട്ടെ ആദ്യത്തെ രോഗി. എനിക്ക് രോഗമില്ലെന്ന് ആരാടാ പറഞ്ഞത്? ഡോക്ടർ, രാത്രിയാവുമ്പോ നെഞ്ചിനകത്തൊരു എരിച്ചില്, അടിവയറ്റിലൊരു പുകച്ചില്, ശ്വാസകോശത്തിനകത്തൊരു തരം തിരിച്ചില്, ഹൃദയം കിടന്ന ആകെ ഒരു പിടച്ചില്, പിന്നെ തലവരിപ്പ്, തലകറക്കാൻ, കണ്ണിലിട്ട് കയറുക, കാതിൽ തേനീച്ച മുളുക, ഉറക്കം തീരെയില്ല ഡോക്ടർ. പേരെന്താ? വി അപ്പുക്കുട്ടൻ, കൊട്ടാരം വീട്ടിൽ, താമരക്കുളം, വയസ്സ് 35. സിസ്റ്റർ, അപ്പൂട്ടൻ ഒരു ടെട്രാസൈക്കിൾ ഇഞ്ചക്ഷൻ കൊണ്ടുപോവാ. ഇത് കണ്ട, അമ്പിളിക്ക് ഞാൻ ആദ്യത്തെ കൊല്ലം വാങ്ങിയ അഡ്യല്, 2ാമത്തെ കൊല്ലം വാങ്ങിയ കാശുമാല, കല്ലു പതിച്ച റിസ്റ്റ് വാച്ച്, രത്നങ്ങൾ പതിച്ച വളകള്, നെക്ലസ്, ഒഡ്യാനം, കാഞ്ചീപുരം പട്ടുസാരി. കല്യാണത്തിന് കൊടുക്കാനാ. കാഴ്ച ബംഗ്ലാവിൽ സൂക്ഷിക്കണ പോലെ സൂക്ഷിച്ചാ മതിയോ? അവൾ അറിയണ്ടേടാ. അറിയിക്കണം. അതിനുള്ള സമയായി. അവളും അത് കേൾക്കാൻ കാത്തിരിക്കുകയായിരിക്കും. MLA പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? അമ്പിളിയുടെ ജ്ഞാനവും കർമ്മശേഷിയും അപ്പൂട്ടന്റെ ശക്തിയും ഒത്തുചേർന്ന്, അതായത് ഞങ്ങൾ ഒന്നുചേർന്ന് സ്ഥാപനം പുണ്യാശ്രമമാകുന്നു. അപ്പൊ അമ്പിളിയുടെ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. എടാ, മനസ്സിനകത്തിട്ട് ഇങ്ങനെ പുഴുങ്ങാൻ തുടങ്ങിയിട്ട് കൊല്ലം 5 ആയില്ലേ? അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എങ്ങനെ അറിയും? അത് അവള് പറഞ്ഞു കഴിഞ്ഞില്ലേ, ഞാൻ ദൈവമാണെന്ന്. ദൈവവും കാമുകനും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാം എല്ലാമാണെന്ന് പറഞ്ഞതോ? അത് സ്വന്തം അച്ഛനെ പോലെയാണെന്ന് സങ്കല്പിച്ച് പറഞ്ഞായിക്കൂടെ? അപ്പോ അന്ന് നിങ്ങളൊക്കെയല്ലേ പറഞ്ഞത് അവൾക്ക് എന്നോട് സ്നേഹമാണെന്ന്? അതന്ന്. ഇന്നങ്ങനെ ആയിക്കൊള്ളുന്നില്ലല്ലോ. നിങ്ങളൊക്കെ ഹൃദയമില്ലാത്തവരാ. എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല. അറിയാം. 4 പെഗ് നീ ഇപ്പൊ ഫുൾ ബോട്ടിൽ അടിച്ചാലും പൂസാവണില്ല. കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. ഇതൊക്കെ തമാശ വേണ്ടാവും, സീരിയസാ. മതിയെ കളിച്ചത്. അവൾ അപ്പൂട്ടുന്ന പെണ്ണ. അവൾക്ക് എന്നോട് സ്നേഹമാ. ഉടനെ ഞങ്ങളുടെ കല്യാണമാ. അതിന് നീ ഞങ്ങളോട് അരിശപ്പെട്ടിട്ട് എന്താ കാര്യം? അപ്പൂട്ടാ, ബ്രോക്കർ ആയിരുന്നപ്പോ പല സൈസ് പെണ്ണുങ്ങളുമായി ഇടപഴകിയ ആളായതുകൊണ്ട് സ്ത്രീകളുടെ മനഃശാസ്ത്രം എനിക്കറിയാം. അമ്പിളി എന്ന് വെറും അമ്പിളിയല്ല, ഡോക്ടർ അമ്പിളിയാ. പദവി സ്ഥാനവും മാറുന്നതനുസരിച്ച് പെണ്ണിന്റെ മനസ്സിനും മാറ്റം വരാം. ശരിയാ, മനഃശാസ്ത്രത്തിൽ അതിനെ എൻകോമാനിയാക്ക എന്ന് പറയും. ഏതക്കനായാലും ശരി, ഇനി ഇതധികം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് നിന്റെ ആഗ്രഹം അമ്പിളിയോട് തുറന്നു പറയണം. നമ്മൾ അതിനെ പിന്താങ്ങുന്നു. എങ്കിൽ നാളെ തന്നെ ഞാനിത് അമ്പിളിയോട് പറഞ്ഞിരിക്കും. ഉറപ്പ്? ഉറപ്പ്. അപ്പൂട്ടന്റെ രോഗം മാറിയില്ലേ? എന്റെ രോഗം മാറണമെങ്കിൽ അമ്പിളി വിചാരിക്കണം. അപ്പൂട്ട, ഒരുപാട് പേര് കാത്തു നിൽക്കുന്നു. നിക്കട്ടെ, എന്റെ ആശുപത്രിയല്ലേ, കാത്തു നിൽക്കട്ടെ. അമ്പിളിക്ക് എന്നെ കഴിഞ്ഞല്ലേ ഉള്ളൂ എല്ലാവരും. അപ്പൂട്ടൻ എന്താ വേണ്ടത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്പിളി, എന്താന്ന് വെച്ചാ പറ അപ്പൂട്ട. രോഗികളെ വലയ്ക്കരുത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. എന്നെ വലയ്ക്കരുത്. ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ. എത്രയും പെട്ടെന്ന് നടത്തണം. എന്ത് നടത്തണം? നമ്മുടെ കല്യാണം. അമ്പിളിക്ക് ഇഷ്ടമാണെന്നറിയാം. എന്നാലും അതല്ലല്ലോ എന്റെ മര്യാദ. അമ്പിളി ഒന്ന് മൂളിയാ മതി. മുഹൂർത്തം കുറച്ച് പന്തല് കേട്ടാം. ചെലവൊക്കെ ഞാൻ വഹിച്ചോളാം. എന്താ അമ്പിളി? അപ്പൂട്ട, എന്റെ കല്യാണമൊക്കെ എന്നേ തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ കൂടെ പഠിച്ച ഒരു ഡോക്ടറാ. മിടുക്കൻ, കാണാനും മോശമല്ല, നല്ല സ്വഭാവം. പിന്നെ 2 പേരും ഡോക്ടറാണെന്നല്ലേ ചേർച്ച. അതല്ലേ അപ്പൂട്ട നല്ലത്?
ശ്വാസം വലിച്ചുവിടും. എഴുന്നേക്ക്. എണീക്കാൻ. എണീക്കണ പുല്ലേ. അപ്പൂട്ട എന്താ ഇത്? എന്താടാ നിനക്ക് അസുഖം? നെഞ്ചുവേദന. ആഹാ, വേറെ എവിടെ നിനക്ക് വേദനയില്ലേ? ഈ വക കേസൊക്കെ അങ്ങ് സർക്കാർ ആശുപത്രി കാണിച്ചാൽ മതി. പോടാ, പോ 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 പോടാ. അപ്പൂട്ടൻ എന്താ ഈ കാണിച്ചേ? പിന്നെ ഈ ചെറുപ്പക്കാരെ തൊട്ടും പിടിച്ചുള്ള ചികിത്സയൊന്നും പാടില്ല അമ്പിളി. കാലസ്ഥിതി വളരെ മോശ. അങ്ങനെ നോക്കി ജീവിക്കാൻ പറ്റുമോ? ഞാനൊരു ഡോക്ടറാ. ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും പെണ്ണാണോ സൂക്ഷിക്കണം. അവന്റെ മുഖം കണ്ടാൽ അറിയില്ല അവനൊരു അസുഖമില്ലെന്ന്. പിന്നെന്താ, ചെറുപ്പക്കാരിയായ ഡോക്ടറല്ലേ, ഒന്ന് തൊടുക പിടിക്കുക, ഒരു രസം അത്ര തന്നെ. കൊല്ലും ഞാൻ. ഇക്കണക്കിന് അപ്പൂട്ടനൊരു വിവാഹം കഴിച്ചാ ഭാര്യയെ പർദ്ദയിട്ട് നടത്തിക്കുമല്ലോ. ആ, ആവശ്യം തോന്നിയാ അതും ചെയ്യും. അപ്പൂട്ടൻ ഇത്രയ്ക്ക് ശുദ്ധഗതിക്കാരനായി പോയല്ലോ. ആ, പേഷ്യൻസ് ഒരുപാട് നിൽക്കുന്നു. ഞാൻ അവരെ നോക്കട്ടെ. അല്ല, എനിക്ക് അമ്പിളിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോഴോ? ആ. എന്നാ പറഞ്ഞോളൂ. ഡോക്ടർ, ആ ട്രിപ്പ് കൊടുത്ത പേഷ്യന്റ് ഷിവറിങ്ങാ. സോറി ട്ടോ. ഓ, ഒരു മുടി